നമസ്കാരം, മൂവി റിവ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്വചിത്രമായി തിയേറ്ററിലെത്തിയ ചിത്രമാണ് മധുരരാജ. മലയാളത്തിലെ ആദ്യ 100 കോടി കളക്ഷൻ ചിത്രമായ പുലിമുരുകന് ശേഷം വൈശാഖ സംവിധാനം ചെയ്യുന്ന മധുരരാജ ഏറെ പ്രതീക്ഷകളോടെ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണിന്ന്. പോക്കിരി രാജയുടെ രണ്ടാം ഭാഗം എന്ന നിലയിൽ പുറത്തു വന്നിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് മധുരരാജ. ആദ്യ ചിത്രത്തിലെ മിക്ക കഥാപാത്രങ്ങളും ഈ ചിത്രങ്ങളിലും അതേ വേഷങ്ങളിൽ തന്നെ എത്തിയിട്ടുണ്ട്. തമിഴ്നാടൻ ജഗപതി ബാബു, സിദ്ദീഖ്, നെടുമുടി വേണു, അജു വർഗീസ്, അന്നാരാജൻ, അനുശ്രീ, മഹിമ നമ്പ്യർ, സലീം കുമാർ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് സിനിമയുടെ കഥയെക്കുറിച്ച് ചെറുതായി ഒന്ന് പറയാം. എൻ്റെ മകൻ മധുരരാജ ഒരു സ്കൂളിനോട് ചേർന്നുള്ള ബാറിനെ കുറിച്ചും റിപ്പോർട്ട് തയ്യാറാക്കാൻ പാമ്പിൻ തുരുത്തിലേക്ക് മാധവൻ മാഷ് എന്ന അധ്യാപകൻ എത്തുന്നതോടുകൂടിയാണ് ഈ ചിത്രം ആരംഭിക്കുന്നത്. നടേശനായി വേഷമിട്ടിരിക്കുന്നത് ജഗപതി ബാബുവാണ്. മാധവൻ മാഷായി വേഷമിട്ടിരിക്കുന്നത് നെടുമുടി വേണുവും. ചില പ്രതിസന്ധികൾ ഇവരെ കീഴടക്കുമ്പോൾ രക്ഷയ്ക്കായി മധുരരാജ എന്ന നമ്മുടെ മമ്മൂക്ക എത്തുകയാണ്. ആദ്യ പകുതി കഴിയുന്നതോടെ കളി നടേശനും രാജയും നേർക്കുനേറാവുകയാണ്. നാട്ടിലെ ബൈ ഇലക്ഷനിൽ ഇരുവരും നേർക്കുനേർ വരുന്നതോടെയുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമെല്ലാം സ്ക്രീനിൽ നിറയുന്നുണ്ട്. നടേശനെ തോൽപ്പിക്കാൻ കഴിയുമോ? അത് നിങ്ങൾക്ക് കണ്ടറിയാം. പാമ്പിൻ തുരുത്ത് മണ്ഡലത്തിൽ ഇനി മത്സരിക്കുന്നത് മാസ് രംഗങ്ങളും തകർപ്പൻ ഗാനങ്ങളും ഉൾപ്പെടുന്ന വൈശാഖിന്റെ മുൻകാല ചിത്രങ്ങളുടെ ചേരുവകൾ തന്നെയാണ് മധുരരാജയിലും കാണാൻ കഴിയുന്നത്. ഇനി മമ്മൂക്കയുടെ എൻട്രി സീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും തിയേറ്ററിനെ ആവേശത്തിലാക്കാൻ പാകത്തിലുള്ളതായിരുന്നു. പക്ഷെ സിനിമയുടെ കഥാഗതിക്ക് ആവശ്യമില്ലാത്ത രംഗങ്ങൾ തിരികെ കയറ്റിയിരിക്കുന്നത് പോലെ ചിലയിടങ്ങളിലൊക്കെ തോന്നുന്നുമുണ്ട്. കോമഡിയുടെ ഏരിയ സലീം കുമാർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. കുറേ നാള് കൂടിയാണ് സലീം കുമാറിന്റെ കോമഡി ഇത്രയും ആസ്വദിക്കാൻ കഴിയുന്നത്. നോവലിസ്റ്റ് എഴുത്തച്ഛൻ എന്ന സലീം കുമാർ കഥാപാത്രം മാത്രമാണ് സിനിമയിൽ ചിരി പടർത്തുന്നത്. ഇംഗ്ലീഷ് വശമില്ലാത്ത മമ്മൂക്കയുടെ സംഭാഷണം ചിരി പടർത്താനുള്ള ശ്രമമാണെങ്കിലും പലയിടത്തിലും അരോചകമായാണ് തോന്നുന്നത്. സംഘടന രംഗങ്ങൾ തകർത്തപ്പോൾ ദൃശ്യങ്ങൾ ശരാശരി മാത്രമായാണ് അനുഭവപ്പെടുന്നത്. എഡിറ്റിംഗ് പക്ഷെ വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ പുലിമുരുകനിൽ കണ്ട ആ ഒരു സംവിധാന മികവിൽ വൈശാഖിനെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിഷമമുണ്ട്. കാരണം വൈശാഖ് എന്ന സംവിധായകനിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ ആവാം അത്. എന്നാൽ മമ്മൂക്കയുടെ ആരാധകർക്ക് ആർപ്പ് വിളിക്കാനുള്ള വിഭവങ്ങൾ ഏറെയുള്ള ഒരു ചിത്രമാണ് മധുരരാജ. കോമഡിയും ആക്ഷനുമായി കണ്ടിരിക്കാവുന്ന കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ചിത്രം തന്നെയാണ് മധുരരാജ. ராஜா சொல்றதான் செய்வான், செய்யறது மட்டும்தான் சொல்லுவான். വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.